നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ചില നഷ്ടങ്ങളിൽ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിലുള്ള ആ ഒരു നഷ്ടബോധം, സങ്കടമൊക്കെ ആയിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സാമ്പത്തിക നഷ്ടം പലർക്കും ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പലർക്കും വീട്, ജോലി ഇവയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള ചില നഷ്ടങ്ങളിൽ വളരെയധികം സങ്കടപ്പെടുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു സാഹചര്യം മറികടക്കാനായിട്ട് നിങ്ങൾക്കൊരു സഹായം എത്തിച്ച് തരാനായിട്ട് പലരും നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ മറികടക്കും എന്ന് ചിന്തിച്ചുള്ള ഒരു ആശങ്ക നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. എന്നാൽ ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് മറികടക്കേണ്ടത്, ഇനി ഏത് വഴിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം പലരിലേക്കും വന്നു ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പൂർവികരോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ നിന്നൊക്കെ ആവാം ആ ഒരു സഹായം നിങ്ങളെ തേടി എത്തുന്നത്. എന്തായാലും നിങ്ങളെ ഈ ഒരു സങ്കടത്തിൽ നിന്നും കൈപിടിച്ച് ഉയർത്താനായിട്ട്, നിങ്ങൾക്കൊരു സഹായം എത്തിച്ചു തരാനായിട്ട് നിങ്ങൾക്ക് ചുറ്റും പലരും നിലകൊള്ളുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളിൽ പലർക്കും അപ്രതീക്ഷിതമായിട്ട് ഒരു സാമ്പത്തിക സഹായം കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പലരും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായിട്ട്, പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങിച്ചേരാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. കൂടാതെ പലതിലും നിങ്ങൾക്കൊരു വിജയം വന്നെത്താൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ പലർക്കും മറ്റു വ്യക്തികളുടെ മാനസികമായിട്ടുള്ള ഉപദ്രവത്താൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. നിങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത, ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തലുകൾ, കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ടാവാം. നിങ്ങളുടെ സത്യം മറ്റുള്ളവർക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് ഒരു വിജയം വന്നു ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ അത്തരം ആളുകൾക്ക് മുന്നിൽ വിജയിക്കാനുള്ള അവസരങ്ങൾ പ്രപഞ്ചം അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ച് നൽകുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങളിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും നേരിടുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അത് വ്യക്തികൾ, സാഹചര്യങ്ങൾ, നിങ്ങളുടെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അത്തരത്തിലൊരു തടസ്സം നിങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമായിരിക്കാം ഉള്ളത്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് മുന്നിലുള്ള അത്തരം തടസ്സങ്ങളെയൊക്കെ വളരെ വേഗത്തിൽ നിങ്ങൾ മറികടക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇവിടെ ദൈവിക സംരക്ഷണമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. ഈ സമയം ദൈവാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നതാണ്. ഇപ്പോൾ വ്യക്തികൾ, സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ നിങ്ങളിലെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളിലൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിനെയൊക്കെ മറികടന്ന് ശക്തമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കൂടാതെ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വളരെയധികം വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. അതായത് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിലെ അത്തരം കഴിവുകളെ തിരിച്ചറിയാനും അതിനെ പ്രയോജനപ്പെടുത്താനും നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ വളരെയധികം ബുദ്ധിയുള്ള, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ധൈര്യമൊക്കെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളിൽ സ്വയം വിശ്വസിക്കുകയും
നിങ്ങളിലെ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമൊക്കെ താല്പര്യം കാണിക്കുന്നവരാണ്. ഏതൊരു സാഹചര്യത്തെയും സത്യസന്ധമായിട്ട് വിലയിരുത്താനും അവിടെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുമൊക്കെ നിങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇവിടെ കുടുംബത്തെ വളരെ കരുതലോടെ സംരക്ഷിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളെ ആശ്രയിക്കുന്നവർക്ക് നിങ്ങൾ എപ്പോഴും ഒരു താങ്ങും തണലും ആയിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് അറിവുകൾ പകർന്ന് കൊടുക്കുന്നതിലായാലും മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലായാലും എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളുടെ സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് സമൃദ്ധിയും സ്വാതന്ത്ര്യവും നേടിയെടുക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവ്, പരിശ്രമം, തൻ്റെടം ഇവയൊക്കെ കൊണ്ട് സാമ്പത്തികപരമായിട്ടൊരു ഉയർന്ന നിലയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ ജോലിസ്ഥലത്ത് വളരെയധികം സമ്മർദ്ദം, ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. അതിനാൽ തന്നെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് വരുന്ന ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കണമെന്ന് പലരും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ അത്തരം ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങളിലേക്ക് വന്ന് എത്തുന്നുണ്ട്. കൂടാതെ ഇവിടെ പലർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ സാധ്യമാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ പ്രണയബന്ധത്തിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം നിലനിൽക്കുന്നതെങ്കിൽ അവിടെ സന്തോഷകരമായിട്ടുള്ള ഒരു റീയൂണിയൻ നിങ്ങൾക്ക് സാധ്യമാവുന്നതാണ്. അതേപോലെ തന്നെ പലർക്കും വിവാഹത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പലർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ചില കൂടിച്ചേരലുകൾ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്തരം കൂടിച്ചേരൽ നിങ്ങൾക്ക് സാധ്യമാവാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത്. പല കാര്യങ്ങളിലും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നുണ്ട്. സാമ്പത്തികം, ജോലി, വിവാഹം, കുടുംബജീവിതം ഇവയിലൊക്കെ വളരെയധികം സമാധാനവും സന്തോഷവും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് കാണുന്നത്. അപ്പോഴിവിടെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.